ഏട്ടനിത് ചോറ് കൊണ്ടുകൊണ്ടാത്തതുകൊണ്ട് ഞാനിന്ന് വളരെ ലാഘവത്തോടെയാണ് കേട്ടോ ഉച്ചയൂണ് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചു. ചിക്കൻ്റെ അകത്ത് ഒന്നും കൂടെ നന്നായിട്ട് അരപ്പ് തേച്ച് പെരട്ടിയെടുത്തു കേട്ടോ. പിന്നെ പയറിനാണേ വെക്കുന്നത്, അത് നന്നായിട്ട് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തത്തിപ്പൊത്തി വേവിക്കാൻ വേണ്ടി വെച്ചു. അരി ഊറ്റാൻ നേരത്തെ ഞാൻ അപ്പുക്കുട്ടനെ ദൂരെ മാറ്റി നിർത്തും. ഇനി പയറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എല്ലാം തിരുമിയെടുത്തു, അരപ്പൊക്കെ അരച്ച് പയർ വെന്ത് കഴിഞ്ഞപ്പോൾ പയറിലോട്ട് ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ആ പാത്രം തന്നെ കഴുകി അതിൽ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ തത്തിപ്പൊത്തി വെച്ചു. ഞാൻ എല്ലാം ഒരു പാത്രത്തിൽ വെക്കുന്നത്, നമുക്ക് ഒരു പാത്രം കഴുകിയാൽ മതിയല്ലോ, അപ്പോൾ വലിച്ചു വാരി ഇടുകയും വേണ്ട. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇരുന്നത് അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സവാളയൊക്കെ വേഗം അരിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പാകത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി, ഞാൻ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമണം മാറിയപ്പോൾ തക്കാളി ഇട്ട് നമ്മുടെ അരപ്പ് തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് വറ്റിച്ചെടുത്തു. ഇനി ഒഴിച്ചു കറിക്ക് എനിക്കും അപ്പുക്കുട്ടനും മോരുകറി നിർബന്ധമായതുകൊണ്ട് ഞങ്ങളിന്ന് തക്കാളി ഇട്ടാട്ടോ മോരുകറി വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ മണം കേട്ട് വന്നതാണ് പൂച്ചക്കുട്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് തരാടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മോര് കാച്ചി. അപ്പോഴത്തേന് ഇതാ ചിക്കനൊക്കെ നല്ല തിളപ്പ് വന്നു. മോരുകറി കയ്യോടെ ഞാൻ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പുക്കുട്ടൻ ഇപ്പോൾ ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പീസ് എടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഞാൻ വറക്കാനും വേണ്ടി വെച്ചു. അവസാനം നമ്മുടെ ചിക്കൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും തൂക്കി. ഇതുപോലൊരു വായി വെക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. ഇങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളെ ചോറുണ്ടോയെന്ന് അറിയാൻ അമ്മ വിളിക്കും കേട്ടോ. അത് എന്നും ഉച്ചയ്ക്ക് ഈ ഒരു സമയമാകുമ്പോൾ. അപ്പം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയോട് കാര്യവും പറഞ്ഞുകൊണ്ട് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു.